നമസ്തേ. കേരളത്തിന്റെ ആചാര പാരമ്പര്യങ്ങളിൽ ചിലത് വെറും ചടങ്ങുകളല്ല, മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആത്മീയ അനുഭവങ്ങളാണ്. അത്തരത്തിൽ തലമുറകളായി തുടരുന്ന ഒരു വിശ്വാസപരമായ ആചാരമാണ് ഓച്ചിറയിലെ ഓലക്കുഴലിൽ ഭജനമിരിക്കൽ. വൃശ്ചിക മാസത്തിലെ ഉത്സവകാലത്ത് ഭക്തർ ദിവസങ്ങളോളം ഓല കൊണ്ട് നിർമ്മിച്ച ലളിതമായ കുടിലുകളിൽ താമസിച്ച് ഭജനയിൽ മുഴുകുന്നു. ഇതൊരു താമസമല്ല, മറിച്ച് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ യാത്രയാണ്. പണ്ടുകാലങ്ങളിൽ ഓച്ചിറയിലെ വൃശ്ചികോത്സവത്തിനെത്തുന്ന ഭക്തർക്കായി ധാരാളം ഓലക്കുടിലുകൾ ഒരുക്കിയിരുന്നു. ഈ കുടിലുകളിൽ താമസിക്കുന്നവർ പുലർച്ചെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഈറനോടെ ആൾത്തറയ്ക്ക് ചുറ്റും വലം വെച്ച് തൊഴുന്നു. ശേഷം കുടിലുകളിലേക്ക് മടങ്ങി ലളിതമായ ഭക്ഷണം പാചകം ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഈ കുടിലുകൾ സന്ദർശിച്ച് ഭക്തരുമായി സമയം ചെലവഴിക്കും. ഓരോ രാവിലെയും വൈകുന്നേരവും കുടിലുകളിൽ നിലവിളക്ക് തെളിയിച്ച് നാമജപം നടത്തുന്നത് ഈ ആചാരത്തിന്റെ പ്രധാന ഭാഗമാണ്. സന്ധ്യയുടെ നിശബ്ദതയിൽ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് നാമം ജപിക്കുന്ന ഭക്തന്റെ മനസ്സിൽ ദുർചിന്തകൾക്ക് ഇടമില്ലെന്നാണ് വിശ്വാസം. രാത്രിയിൽ മണ്ണിൽ പായ് വിരിച്ചിറങ്ങുമ്പോൾ ആഡംബരങ്ങളും അഹങ്കാരങ്ങളും എല്ലാം അകന്ന് മനുഷ്യർ പ്രകൃതിയോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. വൃശ്ചിക മാസത്തിൽ 12 ദിവസം ഓച്ചിറയിലെ കുടലുകളിൽ ഭജന പാർത്താൽ മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരവും ദുർസ്വഭാവങ്ങളും കുറയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. 12 എന്ന സംഖ്യയ്ക്കും നമ്മുടെ സംസ്കാരത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു വർഷത്തിൽ 12 മാസങ്ങൾ, ജ്യോതിഷത്തിൽ 12 രാശികൾ, ഒരു ദിവസം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും. പൂർണ്ണതയുടെയും പ്രപഞ്ചക്രമത്തിന്റെയും പ്രതീകമായാണ് 12നെ പലരും കാണുന്നത്. മനുഷ്യന്റെ സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം, അധികാരം ഇവയെല്ലാം സ്വന്തം കഴിവുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണെന്ന് കരുതുമ്പോഴാണ് അഹങ്കാരം ജനിക്കുന്നത്. എന്നാൽ കാലം മാറുമ്പോൾ സാഹചര്യങ്ങളും മാറും. ഇന്ന് ഉയരത്തിൽ നിൽക്കുന്നവർ നാളെ താഴേക്ക് വരാം. കാരണം മനുഷ്യൻ മണ്ണിൽ നിന്ന് ജനിച്ച് മണ്ണിൽ ജീവിച്ച് ഒടുവിൽ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. സകല ജീവജാലങ്ങളെയും പോറ്റുന്ന മണ്ണ് പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മനുഷ്യൻ മണ്ണിനെ ചൂഷണം ചെയ്താലും പ്രകൃതിയെ വേദനിപ്പിച്ചാലും മണ്ണ് തിരിച്ചും നൽകുന്നത് ജീവനും ഭക്ഷണവും പച്ചപ്പുമാണ്. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത് മണ്ണിനെ മറന്ന് ജീവിക്കരുതെന്ന്. ഓലക്കുടലിൽ ഭജനമിരിക്കുന്ന ഭക്തർ പഠിക്കുന്നത് ഒരു വലിയ ജീവിത പാഠമാണ്. മണ്ണിനെ പോലെ ക്ഷമയുള്ളവനാകാൻ, ലളിതമായി ജീവിക്കാൻ അഹങ്കാരം ഉപേക്ഷിക്കാൻ, സമ്പത്തും അധികാരവും സൗന്ദര്യവും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അഹങ്കാരം അകന്ന മനസ്സിലാണ് നന്മ വളരുന്നത്. അതിനാലാണ് ഓച്ചിറയിലെ ഓലക്കുടലിൽ ഭജന ഇന്നും ഒരു ആചാരം മാത്രമല്ല, മനുഷ്യനെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമായി തുടരുന്നത്.